പാപ്പ പറയുന്നു. വിശുദ്ധ പത്രോസും പൗലോസും സഭയുടെ വൈവിധ്യത്തിലെ ഐക്യത്തെ പ്രതിനിധീകരിക്കുന്നു. വിശുദ്ധ പത്രോസിന്റെയും പൗലോസിന്റെയും റോമിലെ രക്തസാക്ഷിത്വം പുതിയ നിയമത്തിന്മേലുള്ള ഒരു മുദ്ര പോലെയാണ്. യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിന്റെ ആഴമാണ് അത് വെളിപ്പെടുത്തുന്നത്. അവരുടെ വചനത്താലും രക്തസാക്ഷിത്വത്താലുമാണ് ക്രിസ്തുവിന്റെ സുവിശേഷം റോമിൽ വേരൂന്നിയത്. സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായ ഇവിടെ വെച്ച് തന്നെ ദൈവത്തെക്കുറിച്ചുള്ള പുതിയ അറിവിലൂടെയും ഓരോ മനുഷ്യന്റെയും അനന്തമായ അന്തസ്സിലൂടെയും അതിനെ നവീകരിക്കാനുമുള്ള ശക്തി ആ രക്തസാക്ഷിത്വം വെളിപ്പെടുത്തി. അധികാരത്തെക്കുറിച്ചുള്ള ഒരു പുതിയ ധാരണ അത് ആധിപത്യമായിട്ടല്ല, മറിച്ച് മനുഷ്യജീവിതത്തോടുള്ള സേവനമായിട്ടാണ് സുവിശേഷം അവതരിപ്പിച്ചത്. തങ്ങളെ അനുഗമിക്കാനുള്ള യേശുവിന്റെ വിളിക്ക് ഉത്തരം നൽകാൻ തയ്യാറായവരിലൂടെ ഈ ആഹ്വാനം ഇന്നും ലോകത്തിന്റെ തലസ്ഥാനങ്ങൾ മുതൽ ഏറ്റവും വിദൂര പ്രദേശങ്ങളിൽ വരെ പ്രതിധ്വനിക്കുന്നുണ്ട്. പത്രോസിനെയും പൗലോസിനെയും ആഘോഷിക്കുന്നതിലൂടെ നമ്മൾ യേശുവിന്റെ സ്വന്തം ദൗത്യത്തിൽ പങ്കാളികളാവുകയാണ് ചെയ്യുന്നത്. കാരണം അപൂർണരെങ്കിലും പാപമോചനം ലഭിച്ച പാപികളായി നമ്മൾ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ കൃപ നമ്മുടെ ജീവിതത്തിൽ പ്രകാശിക്കുന്നു. അവർ വിളിക്കപ്പെടുന്നതിന് മുൻപ് മാത്രമല്ല, അതിനുശേഷവും അവരുടെ പശ്ചാത്തലത്തിലും വളർന്നുവന്ന സാഹചര്യത്തിലും സ്വഭാവത്തിലും വ്യത്യസ്തരായിരുന്നു. കാരണം ഒരേ കർത്താവ് അവരെ ഒരേപോലെയുള്ളവരാക്കി മാറ്റിയില്ല. തങ്ങളുടെ വ്യത്യാസങ്ങളിലൂടെ പത്രോസും പൗലോസും തനതായ ശൈലിയിൽ സുവിശേഷം പ്രഘോഷിച്ചു. ഇത് സുവിശേഷത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് വചനം അടിവരയിടുന്നു. സ്ലേഹന്മാരുടെ സമൂഹത്തിൽ പത്രോസും പൗലോസും എതിരാളികളായിരുന്നില്ല. നേരെ മറിച്ച് ഒരർത്ഥത്തിൽ ഒരേ പരിശുദ്ധാത്മാവ് ഒരൊറ്റ സമഗ്രതയിലേക്ക് ഒന്നിപ്പിക്കുന്ന മറ്റ് നിരവധി വൈവിധ്യങ്ങളുടെ പ്രതീകമായി അവർ മാറി. റോമിന്റെ ഈ രണ്ട് മധ്യസ്ഥ വിശുദ്ധരും കൂട്ടായ്മയുടെ വെല്ലുവിളികൾ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. എങ്കിലും അതിനെ ദിവ്യജീവിതത്തിന്റെ ഒരു രഹസ്യമായി സേവിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്തു. ചരിത്രത്തിലെ ക്രൈസ്തവ സാന്നിധ്യം ആധിപത്യത്തിലേക്കല്ല, മറിച്ച് സേവനത്തിലേക്കും ഐക്യത്തിലേക്കും അനുരഞ്ജനത്തിലേക്കും നയിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുന്നതിൽ അവരുടെ സാക്ഷ്യം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. സഭയുടെ വൈവിധ്യത്തിലെ കാതോലികത തിരിച്ചറിയാൻ വിശുദ്ധ പത്രോസിന്റെയും പൗലോസിന്റെയും മധ്യസ്ഥം സഭയെ സഹായിക്കട്ടെ. വ്യക്തികൾക്കും ജനങ്ങൾക്കുമിടയിൽ സാഹോദര്യപരമായ കൂടിക്കാഴ്ചകൾ പ്രോത്സാഹിപ്പിക്കുന്നതിലും കൂട്ടായ്മയെ തകർക്കുന്നതോ ദോഷം ചെയ്യുന്നതോ ആയ എന്തും ഒഴിവാക്കുന്നതിലും എല്ലാവരുമായും ശ്രദ്ധയോടും ആത്മാർത്ഥതയോടും കൂടിയുള്ള സംവാദങ്ങളിലും സഭ സ്ഥിരോത്സാഹം പുലർത്താൻ ഈ തിരുനാൾ ഇടയാക്കട്ടെ. വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാൾ ദിനത്തിൽ സെയിന്റ് പീറ്റേഴ്സ് സ്ക്വയറിലെത്തിയ തീർത്ഥാടകരുമൊത്ത് മരിയൻ പ്രാർത്ഥന നടത്തിയ ശേഷം നൽകിയ സന്ദേശത്തിൽ നിന്ന്.